ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു അസുഖമാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. സത്യത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അപസ്മാരം? ഒന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്നും രണ്ടാമത് ഫോക്കൽ ഓൺസെറ്റ് സെക്കൻഡറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്നും. പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ രണ്ട് ഭാഗത്തും ഒരേ സമയത്താണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുക. ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി ചിലപ്പോൾ അത് ആ ഭാഗത്ത് തന്നെ നിൽക്കുകയും ചിലപ്പോൾ അത് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് തരത്തിലും ഉള്ള അപസ്മാരങ്ങൾക്കും രണ്ട് തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് ആണുള്ളത്. പ്രൈമറി എപ്പിലെപ്സിയുടെയും കാരണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും സെക്കൻഡറി എപ്പിലെപ്സിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിക്കുള്ളത് പ്രൈമറി എപ്പിലെപ്സി ആണോ അതോ സെക്കൻഡറി എപ്പിലെപ്സി ആണോ എന്ന് തുടക്കം മുതലേ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 1 കോടിയോളം ജനങ്ങൾക്ക് എപ്പിലെപ്സി ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളൊരു 30% ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് വരുള്ളൂ. തലച്ചോറിലുണ്ടാകുന്ന പ്രത്യേക ഘടനയ്ക്കുണ്ടാകുന്ന മാറ്റം, ടാക്കിഗൈറിയ, കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ, അങ്ങനെയുള്ള ചില അസുഖങ്ങൾ അത് അപസ്മാരത്തിന് കാരണമായിരിക്കാം. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന ചില ചേഞ്ചസ്, മീസിയൽ ടെമ്പറൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ചില ചേഞ്ചസ്, ഇതെല്ലാം അപസ്മാരത്തിന് കാരണമായിരിക്കാം. ചില ജനിതക കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന എപ്പിലെപ്സി, ജനറ്റിക് എപ്പിലെപ്സീസ് ആണെങ്കിൽ അവർക്ക് പൊതുവെ അപസ്മാരം കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപസ്മാരം ഇതിനെയാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്നത്. പക്ഷേ വേറെ പലതരത്തിലുള്ള അപസ്മാരം പല രൂപത്തിൽ വരാം. കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയുന്ന ഒരു ടൈപ്പിലാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വെറുതെ സ്റ്റക്കായിട്ട് കുറച്ച് നേരത്തേക്ക് സ്റ്റെയർ ചെയ്ത് നിൽക്കുകയുള്ളൂ. അവരുടെ ആ സമയത്ത് അവരുടെ ചിലപ്പോൾ ചുണ്ടുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ ചില ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ കണ്ടുവെന്ന് വരാം. ചിലപ്പോൾ ഇത്ര മാത്രമാണ് അവർക്ക് അപസ്മാരം എന്നുണ്ടാവുള്ളൂ. ആബ്സെൻറ്റ് സീഷർ എന്ന് പറയുന്നത് കുട്ടികൾ ചിലപ്പോൾ കുറച്ച് നേരം കണ്ണിങ്ങനെ ഫ്ലിക്ലിയർ മാത്രമായിട്ട് കാണിക്കും. ഇത് ഒരു തരം അപസ്മാരമാണ്. ചില കുട്ടികൾക്ക് മയക്ലോണിക് സീഷർ എന്ന് പറയും, വെറുതെ ജസ്റ്റ് പെട്ടെന്നുള്ളൊരു ഞെട്ടിച്ചാട്ടം, ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ അവർക്ക് അപസ്മാരം ഉണ്ടാവുക. അപ്പോൾ എല്ലാതരം അപസ്മാരത്തെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മയക്ലോണിക് സീഷർ, ജുവനൈൽ മയക്ലോണിക് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് എപ്പിലെപ്സി സാധാരണ ഒരു ജുവനൈൽ ഏജ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അത് കുറച്ച് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് അവരുടെ ബുദ്ധിപരമായിട്ട് യാതൊരു തരത്തിലും ഈ അപസ്മാരം അവരെ ബാധിക്കുന്നില്ല. ഏതൊരു അപസ്മാരമാണെങ്കിലും സാധാരണഗതിയിൽ ഒരു അപസ്മാരം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മാറുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി കീയൊക്കെ തപ്പിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അയാളുടെ കൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അപസ്മാരം നിൽക്കുകയാണ്. ഈ കീക്ക് പകരം വേറെ എന്ത് കൊടുത്താലും ആ അപസ്മാരം നിൽക്കും. അതേപോലെ തന്നെ തീയിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന്. അതിൻ്റെ ശരിക്കും നല്ലതാണത്. അതിൻ്റെ കാരണം വെള്ളത്തിൻ്റെ അടുത്ത് പോയാലും തീയിൻ്റെ അടുത്ത് പോയാലും അപസ്മാരം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ തീയിൻ്റെ അടുത്തോ അല്ല വർക്ക് ചെയ്യുന്ന സമയത്താണോ അപസ്മാരം ഉണ്ടാകുന്നത് എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ സീരിയസ് ആയിരിക്കും. പ്രൈമറി GTCS എന്ന് പറയുന്നത് അവർ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ബോധം പോവും. അവർ ബോധം തെളിയുമ്പോഴേക്കും അവരുടെ എല്ലാ അസുഖങ്ങളും മാറിയിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള മരുന്ന് ശരിയായ രീതിയിൽ കഴിക്കുന്നത് അപസ്മാരത്തിനെ കൺട്രോൾ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം വരെ അപസ്മാരം ഇല്ലാതിരുന്നാൽ മാത്രമാണ് നമുക്ക് അപസ്മാരത്തിൻ്റെ മരുന്നിൻ്റെ ഡോസ് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആയിട്ടുള്ള ചെക്കപ്പുകൾ ആവശ്യമുണ്ട്. ഈ അപസ്മാരത്തിൻ്റെ ചില മരുന്നുകൾക്ക് ചിലപ്പോൾ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ വരുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ടുള്ള പീരിയഡ്സിൽ നിങ്ങളുടെ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തേണ്ടതും അത്യാവശ്യമാണ്. സർജറിയിലൂടെ അപസ്മാരത്തിന് കൺട്രോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് റിഫ്രാക്ടറി എപ്പിലെപ്സി എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് മൊത്തം അപസ്മാര രോഗികളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ 5-10% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. എപിലെപ്സി എന്നത് ആവർത്തിച്ചുണ്ടാകുന്ന ചുഴലികളാൽ പ്രകടമാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. ആർക്കെങ്കിലും ഒരു ചുഴലി ഉണ്ടാകുന്നത് കാണുന്നത് ഭയമുളവാക്കാം. എന്നാൽ ശരിയായ നടപടികളെക്കുറിച്ച് അറിയുന്നത് അവരുടെ സുരക്ഷയിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാം. ഈ സാഹചര്യത്തെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും.
ഒരു അപസ്മാരബാധ എന്നാൽ ഒരു രോഗിക്ക് പെട്ടെന്നും അനിയന്ത്രിതമായി ആവർത്തിച്ചും ഉണ്ടാകുന്ന കുലുങ്ങുന്ന ചലനങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് തലച്ചോറിലെ വിദ്യുൽപാകപ്പിഴകൾ മൂലമാണ്. ആ വ്യക്തിയെ പരിക്കിൽ നിന്നും സംരക്ഷിക്കാനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ വ്യക്തി നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ സാവകാശം അവരെ തറയിൽ കിടത്തുക. ചുഴലി സമയത്തു അവർക്കു ഏൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടുത്തതോ മൂർച്ചയുള്ളതോ ആയ വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ അവയെ നീക്കുക. തറയിൽ കിടത്തിയ ശേഷം ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ജാക്കറ്റ് പോലെ മൃദുലവും പരന്നതുമായ എന്തെങ്കിലും അവരുടെ തലയ്ക്കു കീഴിൽ വെച്ച് തറയിൽ മുട്ടുന്നതിൽ നിന്നു സംരക്ഷിക്കുക. ചുഴലി ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സാവകാശം ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. അവരുടെ ശ്വാസനാളം ഒഴിഞ്ഞിരിക്കാനും ഉമിനീരോ ഛർദിയോ ഉണ്ടെങ്കിൽ എളുപ്പം ഒലിച്ചു പോകാനും ഇത് സഹായിക്കും. ചുഴലി തുടരുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അത് എപ്പോൾ തുടങ്ങുന്നുവെന്നും എത്ര നേരം നീണ്ടുനിൽക്കുന്നുവെന്നും കുറിച്ചിടുക. നിങ്ങൾക്കു സഹായം തേടേണ്ടി വന്നാൽ ഈ വിവരം മെഡിക്കൽ വിദഗ്ധർക്ക് നിർണായകമാകും. ഒരു ചുഴലി ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ വ്യക്തിയുടെ വായിൽ ഒന്നും ഇടരുത്. പഴയ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ഇത് കാരണം ആ വ്യക്തിയുടെ പല്ലുകൾ അല്ലെങ്കിൽ താടിക്കു പരിക്കേൽക്കാം, അതുപോലെ ശ്വാസത്തെ തടസ്സപ്പെടുത്താം. മാത്രമല്ല അവരുടെ ചലനങ്ങളെ തടയുകയും അരുത്. ചുഴലി അതിന്റെ ജോലി ചെയ്യട്ടെ, പക്ഷേ ആപത്തുകളിൽ നിന്നും അവരെ സശ്രദ്ധം അകറ്റി നിർത്തുക. ആ വ്യക്തി പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ യാതൊരു ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത്. ചുഴലി നിന്ന ശേഷം പൂർണ്ണമായി ബോധം വീണ്ടെടുക്കുന്നതുവരെ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക. അതിനുശേഷം അവർക്കു ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാന്ദ്യം ഉണ്ടാകാം. ശാന്തമായി സംസാരിച്ചു അവരെ സമാശ്വസിപ്പിക്കുക. അടിയന്തര മെഡിക്കൽ സഹായം എപ്പോൾ വിളിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുഴലി 5 മിനിറ്റിലേറെ നീണ്ടുനിന്നാൽ, ഇടയിൽ ഉണർച്ച ഇല്ലാതെ ആവർത്തിച്ചു ചുഴലികൾ ഉണ്ടായാൽ, ചുഴലി വന്നു പരിക്കേറ്റാൽ, പിന്നീട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഇത് അവരുടെ അറിവായ ആദ്യത്തെ ചുഴലി ആണെങ്കിൽ ഉടനടി സഹായം തേടുക. ഈ ലളിതമായ നടപടികൾ മനസ്സിലാക്കിയാൽ ഒരു അപസ്മാര ചുഴലി അനുഭവിക്കുന്ന ആർക്കും നിർണായക പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയും. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ശാന്തമായി അറിവായ നടപടികൾ എടുക്കുന്നത് ഒരു ശരിയായ വ്യത്യാസം സൃഷ്ടിക്കും.